ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം തിയേറ്ററുകളിലെത്തി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മമ്മൂട്ടി ശരിക്കും അഭിനയത്തിൽ താണ്ഡവമാടി എന്നുള്ളതാണ് സത്യം. ഇത് മുമ്പ് പറഞ്ഞതുപോലെയല്ല. കാരണം മൂന്ന് ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നേറിയത്. എന്താണ് ഈ സിനിമ നമുക്ക് കേൾക്കുമ്പോൾ എന്താ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, ഒരു ഹൊററോ സസ്പെൻസോ അങ്ങനെയുള്ള സിനിമ, ആ ലാഘവത്തോടെയാണ് സിനിമ കണ്ടത്. പക്ഷേ ഈ സിനിമയ്ക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന പബ്ലിസിറ്റി ഞങ്ങൾ കൊടുത്തു തന്നെയുണ്ട്. മമ്മൂട്ടിയുടെ ചിരിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത. പക്ഷെ അത് ശരിക്കും ഒരു ഭീകരത തന്നെയാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ സിനിമ കണ്ടിരിക്കണം. രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ തിയേറ്ററിൽ ആൾക്കാരെത്തി. ഞാൻ വിചാരിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, ആൾക്കാർ കുറയുമെന്നാണ്. അല്ല, ശരിക്കും ഞാൻ കാണാൻ പോയ തിയേറ്ററിൽ ശരിക്കും ആളുകൾ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഉണ്ടായതായിരുന്നു. 9:30 ഷോ തുടങ്ങി. സിനിമ തുടങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന്. പക്ഷെ സിനിമ തുടങ്ങുമ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി സിനിമ തീരുന്നത് വരെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിനെ 2 തരത്തിൽ വ്യാഖ്യാനിക്കാം ഈ സിനിമയെ. നമ്മളോട് നാടോടി കഥയുടെ രീതിയിൽ പറയാമെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ, അതായത് ഇന്ത്യൻ രാഷ്ട്രീയമോ കേരള രാഷ്ട്രീയം മാത്രമല്ല, എവിടെയൊക്കെയോ അധികാരി വർഗമുണ്ടോ, ജനങ്ങളുടെ സ്വാതന്ത്ര്യം മൊത്തമായി വിലയ്ക്ക് വാങ്ങി, വിലയ്ക്ക് മാത്രമല്ല ഏതെല്ലാം രീതിയിൽ വാങ്ങി അത് സ്വന്തമായി കയ്യിൽ ഒതുക്കിക്കൊണ്ട് എതിരാളിയില്ലാതെ അധികാരത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും കാണിക്കുന്ന ഏതൊരു ഭരണാധികാരിയെക്കുറിച്ചും പറയാവുന്ന സംഭവമാണ് ഈ കഥ. അതായത് ഒരു സംസ്ഥാനമോ സ്റ്റേറ്റോ അല്ല, ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റായി മാറി എന്നുള്ളതാണ് സത്യം. അവിടെ നമ്മൾ ആലോചിക്കും, അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം മാറ്റം ഉണ്ടായിരിക്കും. ഈ സിനിമ തുടങ്ങുന്ന ഇരുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ 90% നൈറ്റ് എഫക്റ്റിലുള്ള സിനിമയാണ് ശരിക്കും. ഇതൊരു സംഭവം പറയുമ്പോൾ, ഈ കഥ പറയുമ്പോൾ ഇത് കളർഫുൾ ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം സ്ക്രീൻ മൊത്തം ഇരുണ്ടിരിക്കുന്നു. ആ ഇരുണ്ടെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണെങ്കിൽ, അല്ല, അധികാരം കൈയടക്കിക്കൊണ്ട് സ്വാതന്ത്ര്യം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അത് കേരളമാകാം, ഇന്ത്യയാകാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെല്ലാം. അവിടെയുള്ള അത്തരത്തിലുള്ള അധികാരി വർഗം സ്വേച്ഛാധിപതിയായി മാറുന്നു. അങ്ങനെയുള്ളവർ പലതരത്തിലുള്ള പ്രലോഭനങ്ങളുമായി ജനങ്ങൾക്ക് വരുന്നു. ജനങ്ങൾക്ക് മുമ്പിൽ മതേതരത്വം പ്രസംഗിക്കുകയും ജനങ്ങൾ നോക്കി ചിരിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്ന ഭരണാധികാരികളുണ്ടെന്ന് ആലോചിക്കണം. അതാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ചാത്തനാണ് മുഖ്യ കഥാപാത്രം. ചാത്തൻ ഒരു പ്രത്യേക രീതിയിലുള്ള കഥാപാത്രം, അധികാരി വർഗത്തിൻ്റെ നേതാവാണ് ശരിക്കും ചാത്തൻ പല വേഷങ്ങളിലും വരും. ചിരിക്കും, കറിയും, ഭീഷണിപ്പെടുത്തും. ആ ചാത്തനെയാണ് പ്രതീകമായി കൊണ്ട് ഈ സിനിമയിൽ കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ ചാത്തനായിട്ട് നമ്മൾ കാണുമ്പോൾ മമ്മൂട്ടിയെ നമ്മൾ ചാത്തനായിട്ട് കാണാം. മമ്മൂട്ടിയെ സ്ഥാനത്ത് വേറൊരാളെ വരുമ്പോൾ അവരെ ചാത്തനായി കാണാം. പക്ഷെ യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ഒറിജിനൽ പേര് കൊടുമൺ പോറ്റി എന്നുള്ളതാണ്. ശരിക്കും കൊടുമൺ പോറ്റി എന്ന് പറയുന്നത് കുറച്ചേ നമ്മൾ വരുന്നുള്ളൂ. ശരിക്കും ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെയും മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ തോന്നുമോ, പറ്റുമോ എന്നുള്ളതാണ്. കാരണം ഇതൊരു ഒന്നൊന്നര അഭിനയം തന്നെയാണെന്ന് ആലോചിക്കണം. മമ്മൂട്ടി ഇത്രയും സിനിമകളിൽ, അതായത് അഭിനയം ഭ്രാന്താണ് മമ്മൂട്ടിക്ക്. ഇത്രമാത്രം സിനിമകളിൽ വെറൈറ്റി അഭിനയിച്ച് കഴിഞ്ഞു. കാരണം നമ്മളിപ്പോൾ കാണുമ്പോൾ ഇത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് ഇനി ഏതാ അഭിനയിക്കാനുള്ളത്. മമ്മൂട്ടിയുടെ നോട്ടം, ചിരി, ആ ചിരി എന്ന് പറഞ്ഞാൽ ഒറ്റ ചിരിയല്ല, ആ ചിരിയുടെ താളങ്ങളുണ്ടെന്ന് ആലോചിക്കണം. വളരെ കുറച്ച് തുടങ്ങുന്നു, കൂടുതൽ തുടങ്ങുന്നു, അതിൻ്റെ നവരസങ്ങൾ കലർത്തിയ ചിരിയാണെന്ന് ആലോചിക്കണം. ആ ചിരി, മമ്മൂട്ടി ചിരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ല, പ്രേക്ഷകരടക്കം ഭയപ്പെടുന്നു എന്നാലോചിക്കണം. അങ്ങനെ ഭയപ്പെടുത്താനുള്ള അഭിനയം കാഴ്ചവെക്കാൻ മമ്മൂട്ടി കഴിഞ്ഞു. അപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറെ കാര്യം ആലോചിക്കുന്നുണ്ട്. ഇതിൽ 3 കഥാപാത്രങ്ങൾ, 2 കഥാപാത്രങ്ങൾ കുറച്ച് സമയം വന്നു പോകുന്നുള്ളൂ. ഒരു നടി യക്ഷിയായിട്ട് കുറച്ച് സമയവും, പിന്നെ വേറെ മണികണ്ഠൻ എന്നുള്ള കുറച്ച് നേരവും. അങ്ങനെ ബാക്കി 3 പേരും എന്ന് പറഞ്ഞാൽ ആരാ? മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ അർജുൻ അശോകൻ എന്ന് പറഞ്ഞാൽ ഹരിശ്രീ അശോകൻ്റെ മകൻ. ഞാൻ ഈ 2 ചെറുപ്പക്കാരുടെ അഭിനയം കണ്ട് ശരിക്കും നമ്മൾ ത്രില്ലടിച്ച് പോയി. മമ്മൂട്ടിക്കൊപ്പമാണെന്ന് ആലോചിക്കണം.
മമ്മൂട്ടിയോടൊക്കെ പിടിച്ചു നിൽക്കാൻ ഫൈറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഈ ചെറുപ്പക്കാർക്ക് അഭിനയിക്കാവുന്ന വിലസാവുന്ന കഥാപാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആലോചിക്കണം, അവിടെ നമ്മൾ നമിച്ചു പോകും. കാരണം 3 കഥാപാത്രങ്ങളിലൂടെ ലൊക്കേഷൻ ചേഞ്ച് ഇല്ലാതെ ഒരു മന പോലും ചിരിലൂടെ 2.25 മണിക്കൂർ നമ്മളെ തീരെ ബോറടിപ്പിക്കാതെ ആദ്യം തൊട്ട് അവസാനം വരെ സസ്പെൻസും ത്രില്ലും ഭീകരതയും നിലനിർത്തിക്കൊണ്ട് ആ സിനിമ പോയി അവസാനിച്ചു എന്നാലോചിക്കണം. അതിനിടയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ഈ സിനിമയെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഞാൻ ആ സിനിമയെ കണ്ടത് നല്ല രാഷ്ട്രീയ സിനിമയായിട്ടാണെന്ന് ആലോചിക്കണം. അതിൽ അടിയന്തരാവസ്ഥയുടെ വീണ്ടും ഒരു അടിയന്തരാവസ്ഥ വന്നിരിക്കുന്ന ലക്ഷണത്തോടെയാണ് ഈ സിനിമയുടെ ആരംഭമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവിടെ ഇവർ തന്നെ പറയുന്നുണ്ട്, ഈ പടിപ്പുര വന്ന് ഈ അരമനയിലേക്ക് കയറുമ്പോൾ തിരിച്ചു പോകാൻ ആർക്കും കഴിയില്ല, രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല എന്നാലോചിക്കാം. ഈ പടിപ്പുറയിലേക്ക് കടന്നു വരുന്നത് സത്യവും നീതിയും അന്വേഷിച്ച് കൊണ്ടുവരുന്നവരാണെന്ന് ആലോചിക്കണം. അതിൽ കൂടുതൽ പേരും സാധാരണക്കാരെന്നാലോചിക്കണം, നീതിക്ക് വേണ്ടി വരുന്നവരായിരിക്കും. പക്ഷേ അവർക്കൊക്കെ പഞ്ചാര വാക്കുകൾ നൽകിക്കൊണ്ട് അവരെയെല്ലാം ചേർത്ത് വിളിച്ച് അവർക്കൊക്കെ കുഴിമാടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് തകരണമെങ്കിൽ, ഈ പടിപ്പുരയ്ക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അവിടെ ഭൂഗർഭത്തിൽ നമ്മളാരും കാണാതെ ഒളിപ്പിച്ചു വെച്ച് ചിരിയും വിളക്കും വെളിച്ചവും എല്ലാം ഉണ്ട്. അത് അണച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അത് വളരെ സ്പഷ്ടമായി ഇതിലത്തെ വളരെ കുറച്ച് ഡയലോഗുകളെ ഉള്ളെങ്കിലും വ്യക്തമായി ആ കഥാപാത്രങ്ങൾ പറയുന്ന സൂചന രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണത്. അതായത് ജനങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും വാങ്ങാണത്. ഈ നമുക്ക് സ്വാതന്ത്ര്യം കൊടുത്തതിന് ശേഷം, വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം ആ സ്വാതന്ത്ര്യത്തെ ഹരിച്ചുകൊണ്ട്, അതായത് കൊല്ലേണ്ടവരെ കൊല്ലുന്നു, അംഗഭംഗം കണ്ട് അംഗഭംഗം വഹിക്കും, അങ്ങനെ നിരാശരാക്കിക്കൊണ്ട് അധികാരം കൈക്കലാക്കുന്നതിന് സുഖം മുഖം, അതിൻ്റെ രംഗങ്ങളാണ് നമുക്ക് അനുഭവിച്ചത്. പക്ഷെ അത് പോയി കഴിഞ്ഞാലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് വരാനിരിക്കുന്നവർക്കും ഇതേ ഗതി, അധികാരത്തിൻ്റെ രുചി, അധികാരത്തിൻ്റെ ഗന്ധം, അതിൽ രക്തത്തിൻ്റെ മണമുണ്ടായിരിക്കാം, അതിലെ കുഴിമാടങ്ങളുടെ ഉണ്ടായിരിക്കാം, അതിലെ കൊലപാതകങ്ങളെ ഉണ്ടായിരിക്കാം. എന്തുണ്ടായാലും അധികാരത്തിൻ്റെ കസേരകളെ എല്ലാവരെയും ദുഷിപ്പിക്കും എന്ന് വളരെ വ്യക്തമാക്കുന്നതാണത്. അവിടെ തന്നെ വേറൊന്നും കൂടി പറഞ്ഞിരിക്കുകയാണത്, ഈ ഒറ്റ ഏകാധിപതിയായ ആളെ അധികാരിവർഗത്തെ നേരിടാൻ വ്യത്യസ്ത ജനങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുമ്പോഴും അവരെയും വിഘടിപ്പിക്കുന്ന തന്ത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുന്നത്, ഈ ഇന്ത്യ എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഒരുമിച്ച് നിന്ന് എതിർക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. പക്ഷേ അവരെയും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അധികാരത്തിന് വേണ്ടി സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോഴും ജയിക്കുന്ന ആരാണ്? കഥ പറയുകയല്ല, കഥ പറയാൻ പാടില്ല, കഥ പറയുകയുമില്ല. പക്ഷെ ഇതൊരു അനുഭവമാണെന്ന് ആലോചിക്കണം. കാതൽ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി നമ്മളെ ഞെട്ടിച്ചെങ്കിൽ അതിൻ്റെ ഒരു 10 ഇരട്ടി നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് കഥയുടെ കാര്യത്തിലും ആവിഷ്കരണ രീതിയിലും ആലോചിക്കണം. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ മാസം തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങി. ആ സിനിമയെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ വന്നു. അത് കുറേ പണം ചിലവാക്കി കഥാപാത്രങ്ങൾ നിറയുണ്ടായിരുന്നു. ഇതിൽ 3 കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, ഈ സിനിമ തീരുമ്പോൾ കൈയടിക്കാത്തതിനെ കൊണ്ടും കൈയടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ഈ സിനിമ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഈ സിനിമ കാണണം, ചർച്ച ചെയ്യണം. കാരണം ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് എന്ന് പറയുന്നെങ്കിലും ഇതൊരു ബ്ലാക്ക് ആൻഡ് സിനിമയായി നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിലെ ക്യാമറാമാർക്ക് അപാരം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റണം. ഇതിൽ പ്രത്യേകിച്ച് മഴ ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ എല്ലാ ഘടകങ്ങളും കണ്ട് സിനിമ ഇറങ്ങുമ്പോൾ ആസ്വദിക്കുമ്പോൾ നിങ്ങൾ വെറും ഒരു പൈങ്കിളി കഥയായിട്ടോ ഒരു നാടൻ കഥയായിട്ടോ തോന്നരുത്. ഇതൊരു രാഷ്ട്രീയ സിനിമയാണ്, ശക്തമായൊരു രാഷ്ട്രീയ സിനിമ. ആ സിനിമ എല്ലാവരും കാണണം, കാണാത്തവരെ കാണാൻ പ്രേരിപ്പിക്കണം. ഇത് കാണേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ് എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.